ദ ഡേറ്റ പ്രസൻറ്റേഷൻ ഇൻ അൾട്രാസോണിക് ടെസ്റ്റിംഗ് മെത്തേഡ്. നമ്മൾ അൾട്രാസോണിക് ടെസ്റ്റിംഗ് എന്താണെന്ന് പഠിച്ചു. അപ്പോൾ അതിൽ നമുക്ക് ഇങ്ങനെ ഡിഫക്റ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് പഠിച്ചു. ഇനി നമുക്ക് അടുത്തത് ആ ഡിഫക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ അൾട്രാസോണിക് ടെസ്റ്റിംഗ് നടത്തി അതിൻ്റെ ഔട്ട്പുട്ട് നമുക്കൊരു പ്രസൻറ്റേഷനായിട്ട് വേണം. മീൻസ് ആ അൾട്രാസോണിക് ടെസ്റ്റിങ്ങിൻ്റെ റിസൾട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ സാധിച്ചാൽ മാത്രമാണ് നമുക്ക് ക്രാക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റൂ, ക്രാക്കിൻ്റെ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അൾട്രാസോണിക് ടെസ്റ്റിൻ്റെ പ്രിൻസിപ്പിൾ അടക്കം പറയാൻ നേരത്ത് നമ്മൾ ബാക്ക് വാൾ എക്കോ എന്താണ്, ഇനീഷ്യൽ പൾസ് എന്താണ്, ക്രാക്ക് എക്കോ എന്താണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഡയഗ്രത്തിൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡുകൾ വെച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പം അത്തരത്തിൽ ഒരു പ്രസൻറ്റേഷൻ ഉണ്ട് എങ്കിൽ നമുക്ക് ക്രാക്ക് എവിടെയാണ്, ക്രാക്കിൻ്റെ നേച്ചർ എങ്ങനെയാണ്, ക്രാക്കിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് എന്നുള്ളതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാകും. അപ്പം അത്തരത്തിൽ ഒരു പ്രസൻറ്റേഷൻ ആണ് ഈ ഡേറ്റ പ്രസൻറ്റേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുക. അൾട്രാസോണിക് ഡേറ്റ ക്യാൻ ബി കളക്റ്റഡ് ആൻഡ് ഡിസ്പ്ലേഡ് ഓൺ സ്ക്രീൻസ് ഇൻ ഡിഫറെൻറ്റ് ഫോർമാറ്റ്. അപ്പോൾ നമുക്ക് അൾട്രാസോണിക് ടെസ്റ്റിങ്ങിൻ്റെ ആ റിസൾട്ട് പല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ അതനുസരിച്ച് ആ പ്രസൻറ്റേഷൻ എ സ്കാൻ പ്രസൻറ്റേഷൻ ആകാം, ബി സ്കാൻ ആകാം, സി സ്കാൻ പ്രസൻറ്റേഷൻ ആകാം. 1 by 1 ആയിട്ട് നമുക്ക് ഓരോ പ്രസൻറ്റേഷനും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് എ സ്കാൻ പ്രസൻറ്റേഷൻ. നമ്മൾ അൾട്രാസോണിക് ടെസ്റ്റിംഗ് മെത്തേഡ് തുടങ്ങിയപ്പോൾ മുതൽ ബാക്ക് വാൾ എക്കോ, അതുപോലെ തന്നെ ഇനീഷ്യൽ പൾസ്, ക്രാക്ക് എക്കോ എന്നൊക്കെ കാണിച്ചുകൊണ്ട് നമ്മളൊരു ഡയഗ്രാം കാണിച്ചിരുന്നു. ആ ഒരു ടൈപ്പ് ഓഫ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്, പൾസുകളായിട്ട് കാണിക്കുന്ന പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് ആണ് എ സ്കാൻ പ്രസൻറ്റേഷൻ. അപ്പം ഈ കാണുന്നതാണ് എ സ്കാൻ പ്രസൻറ്റേഷൻ. ഈ രീതിയിൽ പൾസുകളായിട്ട് കാണിക്കുന്ന പ്രസൻറ്റേഷൻ. ഈ പൾസിൽ ഈ ഒരു പ്രസൻറ്റേഷൻ്റെ വൈ ആക്സിസ് എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡാണ്, എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ടൈമാണ്. അതായത് ബോട്ടം സൈഡിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന വേവിനെ റിസീവർ റിസീവ് ചെയ്യുന്നു, അതുപോലെ ക്രാക്കിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന ആ സൗണ്ട് വേവിനെ റിസീവർ റിസീവ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ബേസിലാണ് നമുക്ക് ഈ പൾസുകൾ ലഭിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഈ പൾസുകളുടെ ആംപ്ലിറ്റ്യൂഡ് തീരുമാനിക്കുന്നത് എത്ര എമൗണ്ട് വേവ്സ് ആണ് ഈ റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ക്രാക്കിൽ നിന്ന് എത്ര എമൗണ്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നു, അതുപോലെ ബാക്ക് സൈഡ് ബോട്ടം സൈഡിൽ നിന്ന് എത്ര എമൗണ്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നതിൻ്റെ ബേസിലാണ് ഈ ആംപ്ലിറ്റ്യൂഡുകൾ വരിക. അതുപോലെ ഡിഫക്റ്റ് ഏത് ലൊക്കേഷനിലാണ് എന്നതിനെ ആശ്രയിച്ചാണ് ഈ ഡിഫക്റ്റിൻ്റെ എക്കോ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ വരിക, ഈ ഡിസ്പ്ലേയിൽ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ വരിക. അപ്പം ഇത്തരത്തിൽ പ്രസൻറ്റ് ചെയ്യുന്നതാണ് എ സ്കാൻ പ്രസൻറ്റേഷൻ. ദ എ സ്കാൻ പ്രസൻറ്റേഷൻ ഡിസ്പ്ലേസ് ദ എമൗണ്ട് ഓഫ് റിസീവ്ഡ് അൾട്രാസോണിക് എനർജി ആംപ്ലിറ്റ്യൂഡ് ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം. അപ്പം ഇതാണ് വൈ ആക്സിസ് ആണ് ആംപ്ലിറ്റ്യൂഡ്, എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ടൈം. അതായത് ഇനീഷ്യൽ പൾസ് കഴിഞ്ഞ് എത്ര സമയം കഴിഞ്ഞാണ് ഡിഫക്റ്റിൻ്റെ പൾസ് കാണിക്കുക. അപ്പം അത് സൂചിപ്പിക്കുക ഡിഫക്റ്റ് ഏത് ലൊക്കേഷനിലാണ് എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് എത്ര ടൈം എടുത്തിട്ടാണ് ബാക്ക് വാൾ എക്കോ, ബോട്ടം സൈഡിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന വേവിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ആംപ്ലിറ്റ്യൂഡും ടൈമും തമ്മിലുള്ള റിലേഷനാണ് എ സ്കാനിൽ കാണിക്കുക. ദ ടൈം ഓഫ് ഫ്ലൈറ്റ് ഓഫ് ദ പൾസ് ഈസ് റെപ്രസെൻറ്റഡ് ഇൻ എക്സ് ആക്സിസ് ആൻഡ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ എക്കോസ് ആർ പ്രസൻറ്റഡ് ഇൻ വൈ ആക്സിസ്. അപ്പോൾ ഇനീഷ്യൽ പൾസും അതുപോലെ ഡിഫക്റ്റ് എക്കോയും ബാക്ക് വാൾ എക്കോയുടെയും ആംപ്ലിറ്റ്യൂഡും അതുപോലെ തന്നെ അത് എത്ര സമയം കഴിഞ്ഞാണ് റിസീവറിൽ എത്തിച്ചേരുന്നത് എന്നുള്ളതുമാണ് ഈ ഒരു ഡിസ്പ്ലേയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു എ സ്കാൻ പ്രസൻറ്റേഷനിൽ നിന്ന് ഒരു ഡിഫക്റ്റ് ഉണ്ട് എങ്കിൽ ആ ഡിഫക്റ്റ് എത്ര എമൗണ്ട് സൗണ്ട് വേവിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഡിഫക്റ്റ് ഏത് ലൊക്കേഷനിലാണ്, ബോട്ടം സൈഡിനോട് ചേർന്നാണോ അതോ ടോപ്പ് സൈഡിനോട് ചേർന്നാണോ അതോ ആ സ്പെസിമെൻ്റെ മിഡിൽ പോർഷനിലാണോ എന്നൊക്കെ ആ പൾസിൻ്റെ ലൊക്കേഷനിൽ നിന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു. ഇപ്പോൾ എ സ്കാൻ പ്രസൻറ്റേഷനിൽ ഇതുപോലെ ആംപ്ലിറ്റ്യൂഡും ടൈമും തമ്മിൽ നമുക്ക് ഈ ഒരു നേച്ചറിൽ ഡിസ്പ്ലേ ചെയ്തു കാണിക്കുന്നു. അപ്പോൾ എ സ്കാൻ ഷോസ് ദ സൈസ് ആൻഡ് ദ പൊസിഷൻ ഓഫ് ദ ഡിഫക്റ്റ്
അണ്ടർ ദ പ്രോബ്. ഇപ്പോൾ ഒരു ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ആ ഡിഫക്റ്റിൻ്റെ സൈസ് അതുപോലെ തന്നെ അതിൻ്റെ ലൊക്കേഷൻ എ സ്കാൻ എന്ന പ്രസൻറ്റേഷനിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഡ്യൂസർ ആ സർഫസിന് മുകളിലൂടെ നമ്മൾ പാസ് ചെയ്ത് ആ സർഫസ് മുഴുവൻ ടെസ്റ്റ് ചെയ്ത് സർഫസിനകത്ത് ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് പ്രസൻറ്റ് ചെയ്ത് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ then a certain amount of ultrasonic energy is reflected at the top and bottom face of the material. അപ്പോൾ നമുക്ക് പറഞ്ഞു ഇൻപുട്ട് പൾസ് ഉണ്ട്, അതുപോലെ തന്നെ ബാക്ക് വാൾ എക്കോ ഉണ്ട്. ഇൻപുട്ട് പൾസിന് കാരണം ആ സ്പെസിമെൻ്റെ ടോപ്പ് പോർഷനിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് ട്രാൻസ്ഡ്യൂസറിൽ എത്തുന്ന വേവാണ് ഇൻപുട്ട് പൾസ്. ഇനി ബാക്ക് വാൾ എക്കോ എന്ന് പറയുന്നത് ആ സ്പെസിമെൻ്റെ ബോട്ടം സർഫസിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് റിസീവറിൽ എത്തിച്ചേരുന്ന പൾസ്, അത് ആ വേവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൾസാണ് ബോട്ടം വാൾ എക്കോ എന്ന് പറയുന്നത്. ഇനി സപ്പോസ് ഇഫ് എ ഡിഫക്റ്റ് ഈസ് പ്രസൻറ്റ് അണ്ടർ ദ പ്രോബ് ഇൻ ദ മെറ്റീരിയൽ ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ആസ് സ്മോൾ എക്കോസ്. ഇനിയൊരു ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അത് ഇൻപുട്ട് പൾസിനും ബാക്ക് വാൾ എക്കോയ്ക്കും ഇടയ്ക്ക് ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ വരും. അപ്പോൾ ആ ഡിഫക്റ്റിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, ആ പൾസിൻ്റെ ആംപ്ലിറ്റ്യൂഡും അതിൻ്റെ ലൊക്കേഷനും മനസ്സിലാക്കിക്കൊണ്ട് ക്രാക്കിൻ്റെ നേച്ചർ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി ഒരു എക്സാമ്പിളാണ്, ഇവിടെ ഒരു ടെസ്റ്റ് സ്പെസിമെൻ ഉണ്ട്. ആ സ്പെസിമെനിൽ ബോട്ടം സൈഡ് എന്ന് പറയുന്നതാണ് ഇത്. ഒരു സ്റ്റെപ്പ് പോർഷൻ ഉണ്ട്, അതാണ് എ. ദെൻ 2 ക്രായ്ക്കുണ്ട്, ബി എന്ന് പറയുന്ന ഒരു ക്രായ്ക്കും സി എന്ന് പറയുന്ന ഒരു ക്രായ്ക്കും. അപ്പോൾ നമ്മൾ സ്കാൻ ഡയറക്ഷൻ ഇങ്ങനെയാണ്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സ്കാൻ ചെയ്തു പോകുന്നു, ട്രാൻസ്ഡ്യൂസർ സ്കാൻ ചെയ്തു പോകുന്നു. ഓക്കെ, ഇനി ഇതിൻ്റെ എ സ്കാൻ ഡിസ്പ്ലേ ആണ് ഈ കാണുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സി എന്ന് പറയുന്ന ക്രായ്ക്കാണ് ട്രാൻസ്ഡ്യൂസറിനോട് ഏറ്റവും അടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ട്രാൻസ്ഡ്യൂസറിൽ നിന്ന് സിഗ്നൽ റിഫ്ലക്റ്റ് ചെയ്താൽ ഏറ്റവും പെട്ടെന്ന് തിരിച്ച് ട്രാൻസ്ഡ്യൂസറിലേക്ക് സിഗ്നൽ എത്തിച്ചേരുന്നത് സി എന്നുള്ള റിഫ്ലക്റ്റ് ചെയ്ത സിഗ്നലായിരിക്കും. അത് കഴിഞ്ഞ് ബി ആണ്, അത് കഴിഞ്ഞ് വരുന്നത് എ ആണ്. ഏറ്റവും താമസിച്ച സിഗ്നൽ അല്ലെങ്കിൽ ഏറ്റവും ദൂരം സിഗ്നൽ സഞ്ചരിക്കേണ്ടത് ബോട്ടം സൈഡിൽ നിന്നാണ്. കാരണം ടോപ്പിൽ നിന്ന് ബോട്ടം സൈഡ് വരെ എത്തിയിട്ട് വേണം തിരിച്ചെത്താൻ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ സിയുടെ പൾസ് ആയിരിക്കും ആദ്യം വരിക, ദെൻ ബിയുടെ, ദെൻ എയുടെ, ലാസ്റ്റ് ബാക്ക് വാൾ എക്കോടെ. ഓക്കെ, അപ്പോൾ ഈ എ സ്കാൻ ഡിസ്പ്ലേയിൽ വൈ ആക്സിസിൽ ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാകും, എക്സ് ആക്സിസിൽ ടൈം ഉണ്ടാകും, അതുപോലെ തന്നെ ഇൻപുട്ട് പൾസ് കാണിക്കും, ഇനീഷ്യൽ പൾസ്. ഇനീഷ്യൽ പൾസ് എന്ന് പറയുമ്പോൾ ഈ ടോപ്പ് സൈഡിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് ഇനീഷ്യൽ പൾസ്. ദെൻ സി എന്ന ക്രാക്കിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന ആ സൗണ്ട് വേവ് മൂലം ഉണ്ടാകുന്ന പൾസാണ് ഈ കാണുന്നത്. ദെൻ ബി വരും, ദെൻ എ എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ്റെ വരും, ലാസ്റ്റ് ഈ കാണുന്ന ബാക്ക് സൈഡ്, ബോട്ടം സൈഡ് അല്ലെങ്കിൽ ബാക്ക് വാൾ എക്കോടെ വരും. അപ്പോൾ ഇവിടെ ടൈം ഏറ്റവും കുറച്ച് സമയം കൊണ്ട് റിസീവറിൽ എത്തിച്ചേരുന്നത് സി എന്ന് പറയുന്ന ക്രാക്കിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. ദെൻ ബി വരും, ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് ബി ഡബ്ല്യു ബാക്ക് വാൾ എക്കോ ആണ്. ഏകദേശം ഇത്രയും സമയം എടുത്തുകൊണ്ടാണ് ബോട്ടം സൈഡിൽ പോയി സൗണ്ട് വേവ് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ച് റിസീവറിലേക്ക് എത്തുന്നത്. ഇനി അതുപോലെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ആ ആംപ്ലിറ്റ്യൂഡ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യം, ഇപ്പോൾ സി എന്ന് പറയുന്ന ക്രായ്ക്ക് സൗണ്ട് വേവിനെ കൂടുതൽ എമൗണ്ട് സൗണ്ട് വേവിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സിയുടെ ആംപ്ലിറ്റ്യൂഡ് കൂടുതലാണ്. എഗെയിൻ ബി കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ബിയുടെ കൂടും. അപ്പോൾ എത്ര എമൗണ്ട് സൗണ്ട് വേവിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് എന്നതിനെ ആശ്രയിച്ചാണ് ഈ ആംപ്ലിറ്റ്യൂഡ് ഇരിക്കുക. ഓക്കെ, ഇനി അതുപോലെ തന്നെ സൗണ്ട് വേവ് ഈ മെറ്റീരിയലിലൂടെ ട്രാവൽ ചെയ്യും തോറും അതിൻ്റെ എനർജി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഏറ്റവും ബോട്ടം സൈഡിൽ പോയി അത് തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ച് റിസീവറിൽ എത്തിച്ചേരുമ്പോൾ ആ സൗണ്ട് വേവിൻ്റെ ഇൻറ്റൻസിറ്റി നല്ല രീതിയിൽ കുറയും. ആസ് കമ്പയർ ടു സിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു സൗണ്ട് വേവ് ഉണ്ടെങ്കിൽ ആ സൗണ്ട് വേവിൻ്റെ ഇൻറ്റൻസിറ്റിയും അതുപോലെ തന്നെ ഏറ്റവും ബോട്ടം സൈഡിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന സൗണ്ട് വേവിൻ്റെ ഇൻറ്റൻസിറ്റിയും തമ്മിൽ നോക്കുമ്പോൾ സിയിലായിരിക്കും കൂടുതൽ. കാരണം സിയിലെ കുറച്ച് ദൂരമാണ് സൗണ്ട് വേവ് ട്രാവൽ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സൗണ്ട് വേവിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്
നഷ്ടപ്പെടുന്നില്ല. മറിച്ച് ബോട്ടം സൈഡ് എടുക്കുവാണെങ്കിൽ സൗണ്ട് വേവ് ഈ മെറ്റീരിയലിലൂടെ ഫുൾ ട്രാവൽ ചെയ്ത് ബോട്ടം സൈഡ് വരെ എത്തി ദെൻ എഗെയിൻ ട്രാവൽ ചെയ്ത് വേണം റിസീവറിൽ എത്തിച്ചേരാൻ. അപ്പോൾ അത്രയും ട്രാവൽ ചെയ്യുമ്പോൾ ഈ സ്പെസിമെൻ സൗണ്ടിൻ്റെ കുറച്ച് എനർജി അബ്സോർബ് ചെയ്യും. അപ്പം അതുകൊണ്ട് ആ എത്ര എമൗണ്ട് എനർജിയാണ് ഈ ഓരോ പോർഷനിൽ നിന്നും സി എന്ന ക്രാക്കിൽ നിന്നും ബി എന്ന ക്രാക്കിൽ നിന്നും എ എന്ന സർഫസിൽ നിന്നും ബോട്ടം സർഫേസിൽ നിന്നും റിഫ്ലക്റ്റ് ചെയ്ത് റിസീവറിൽ എത്തിച്ചേരുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഈ ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ഈ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ സൗണ്ട് വേവ് റീച്ച്ഡ് ഇൻ ദ അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ഓഫ് സൗണ്ട് വേവ് റിസീവ്ഡ് ഇൻ ദ റിസീവർ. അപ്പോൾ റിസീവറിൽ സൗണ്ട് വേവിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലാണ് എങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് റിസീവറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജും കൂടുതലായിരിക്കും. അപ്പോൾ ഈ ആംപ്ലിറ്റ്യൂഡും ഹൈ ആയിരിക്കും. അപ്പോൾ ഇതാണ് എ സ്കാൻ പ്രസൻറ്റേഷൻ. ഇനി ഈ ഒരു കേസിലെടുക്കുമ്പോൾ ഐ പി എന്ന് പറയുന്ന ഇൻപുട്ട് സിഗ്നലാണ്, എ എന്ന് പറയുന്നത് ഈ സർഫസിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന സിഗ്നലാണ് എ, ബി ഡബ്ല്യു എന്ന് പറയുന്നത് ബോട്ടം സൈഡിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. ദെൻ ബിയും സിയും ആ രണ്ട് ക്രാക്കിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന സൗണ്ട് വേവ്സ് ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൾസുകളാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പ്രസൻറ്റ് ചെയ്യുന്നതിനെയാണ് എ സ്കാൻ പ്രസൻറ്റേഷൻ എന്ന് പറയുക. ദെൻ ദ സൈസ് ഓഫ് ദ ഡിഫക്റ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഹൈറ്റ് ഓഫ് ദ പീക്ക്. ഇപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച പൾസിൻ്റെ ഹൈറ്റ് എത്രയാണോ ആ ഹൈറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സൈസ് ഓഫ് ദ ഡിഫക്റ്റ്. ഓക്കെ, അപ്പോൾ ഇൻ കേസ് സി എന്ന് പറയുന്ന ഡിഫക്റ്റ് വളരെ വലുതാണ് എങ്കിൽ സി റിഫ്ലക്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് സൗണ്ട് വേവ്സ് അത് കൂടുതലായിരിക്കും. അങ്ങനെ സംഭവിച്ചാൽ ഔട്ട്പുട്ടും കൂടുതലായിരിക്കും. അങ്ങനെ ആകുമ്പോൾ അവിടുത്തെ പീക്കിൻ്റെ ഹൈറ്റും കൂടും. അപ്പോൾ ഡിഫക്റ്റിൻ്റെ സൈസ് അതിനെ ആശ്രയിച്ചിരിക്കും ഹൈറ്റ് ഓഫ് ദ പീക്ക് ഡിസ്പ്ലേഡ് ഇൻ ദ എ സ്കാൻ. ഇനി അതുപോലെ ഡെപ്ത് ഓഫ് ദ ഡിഫക്റ്റ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ മെറ്റീരിയൽ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ പൊസിഷൻ ഓഫ് ദ ഡിഫക്റ്റ്. ഇവിടെ നമുക്കറിയാം സി എന്ന് പറയുന്ന ഡിഫക്റ്റ് ആ ടോപ്പ് സർഫസിൽ നിന്ന് വളരെ അടുത്താണ്, അതുകൊണ്ട് അത് ഏറ്റവും ലെഫ്റ്റ് സൈഡിലായിട്ട് വന്നു. ഇനി ബി എന്ന് പറയുന്ന ഡിഫക്റ്റ് ഓൾമോസ്റ്റ് നടുക്കാണ്, അതുകൊണ്ട് അതൊരു നടുക്കത്തെ പോർഷനിൽ വന്നു. ഇനി മറ്റൊരു ഡിഫക്റ്റ് ഈ ബോട്ടം സൈഡിനോട് ചേർന്ന് ഉണ്ട് എങ്കിൽ അതിൻ്റെ പൾസ് ഇവിടെ ആയിട്ട് വരും, ഈ ഒരു രീതിയിൽ ഇവിടെ വരും. അപ്പോൾ എവിടെയാണോ ക്രാക്കിൻ്റെ ലൊക്കേഷൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ എ സ്കാനിൽ പൾസ് അതിൻ്റെ ലൊക്കേഷൻ മാറും. നെക്സ്റ്റ്, അപ്പോൾ ഇതാണ് എ സ്കാൻ പ്രസൻറ്റേഷൻ. ഈ കാണുന്നത് സിഗ്നൽ വരുന്നു, റിസീവ് ചെയ്യുന്നു, ഡിഫക്റ്റ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ബാക്ക് വാൾ എക്കോ കിട്ടുന്നു. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ആംപ്ലിറ്റ്യൂഡും അല്ലെങ്കിൽ വൈ ആക്സിസിൽ ആംപ്ലിറ്റ്യൂഡും എക്സ് ആക്സിൽ ടൈം വരാം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് വരാം. ഇനി അടുത്ത ടൈപ്പ് ഓഫ് പ്രസൻറ്റേഷൻ ആണ് ബി സ്കാൻ പ്രസൻറ്റേഷൻ. ബി സ്കാൻ പ്രസൻസ് എ 2-dimensional ഇമേജ് ഓഫ് എ സ്റ്റേഷനറി സ്പെസിമെൻ. ബി സ്കാൻ പ്രസൻറ്റേഷനിൽ നമുക്കൊരു 2-dimensional ഇമേജ് ആണ് കിട്ടുക. നമുക്ക് ആദ്യം എക്സാമ്പിൾ നോക്കാം. നേരത്തെ കണ്ട എ സ്കാനിലെ അതേ ഒരു എക്സാമ്പിളാണ്. നമുക്കൊരു സ്പെസിമെൻ ഉണ്ട്, ബിയും സിയും ക്രായ്ക്കാണ്, എ എന്ന് പറയുന്നതാണ് ഒരു സ്റ്റെപ്പാണ്, ഇതാണ് ബോട്ടം പോർഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് നമുക്ക് ഡിസ്പ്ലേയിൽ കാണിക്കുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഡിസ്പ്ലേ വരിക. ഡിസ്പ്ലേയുടെ വൈ ആക്സിസ് എന്ന് പറയുന്നത് ടൈം ഓർ ഡെപ്ത് ആണ്. എക്സ് ആക്സിസ് എന്ന് പറയുന്നത് സ്കാൻ ഡിസ്റ്റൻസ് ആണ്. നമുക്കിവിടെ എ എടുക്കാം. അപ്പോൾ ആ എയുടെ നീളം എന്ന് പറയുന്നത് ഇത്രയും ദൂരമാണ്. അപ്പോൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് ട്രാൻസ്ഡ്യൂസറിൽ കണ്ടിന്യൂസ് ആയിട്ട് എയിൽ നിന്ന് ഇത്രയും പോർഷനിൽ സിഗ്നൽസ് റിഫ്ലക്റ്റ് ചെയ്ത് വരും. അപ്പോൾ അത്രയും നീളം ആണ് ഇവിടെ ഈ കാണുന്ന എയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്കാൻ ഡിസ്റ്റൻസ്. ഒന്നുകൂടെ പറയാം, അതായത് ഇപ്പം നമ്മൾ എ എന്ന് പറയുന്ന ആ ഒരു പോർഷൻ എടുക്കുവാണെങ്കിൽ അത് ഇത്രയും പോർഷൻ എ ആണ്. അപ്പോൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് എ സ്കാൻ ചെയ്യാൻ എത്ര ദൂരം ട്രാൻസ്ഡ്യൂസർ ട്രാവൽ ചെയ്യണം?
അപ്പോൾ അതാണ് സ്കാൻ ഡിസ്റ്റൻസ്. അപ്പോൾ ആ സ്കാൻ ഡിസ്റ്റൻസ് ആണ് ഈ ഒരു രീതിയിൽ ഈ ഒരു ലെന്ത് സൂചിപ്പിക്കുക. ഇനി ടൈം ഓർ ഡെപ്ത് എന്ന് പറയുന്നത് ലൊക്കേഷനാണ്, അല്ലെങ്കിൽ എത്ര ടൈമാണ്. എ എന്ന് പറയുന്നത് എത്ര ടൈം കഴിയുമ്പോഴാണ് എയുടെ സിഗ്നൽ റിസീവ് ആവുക. അപ്പോൾ ടോപ്പിൽ നിന്ന് താഴേക്ക് വരുന്ന സിഗ്നൽ എത്ര സമയം എടുത്തിട്ടാണ് തിരിച്ച് റിസീവറിലേക്ക് എത്തിച്ചേരുക. ഓക്കെ, അതാണ് എ. ഇനി അടുത്തത് ബി എന്ന് പറയുന്നത് ക്രായ്ക്കാണ്. ബി എന്ന് പറയുന്ന ക്രായ്ക്ക് അത് കുറച്ച് നീളമേ ഉള്ളൂ. അപ്പോൾ ആ നീളത്തിന് കറസ്പോണ്ടിങ് ആയിട്ട്, അല്ലെങ്കിൽ ബി കംപ്ലീറ്റ് ആയിട്ട് സ്കാൻ ചെയ്യാൻ എത്ര ദൂരം ട്രാൻസ്ഡ്യൂസർ പോകണം, അപ്പോൾ ആ നീളമാണ് ഇത് കാണുക. ദെൻ ബിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് എത്ര ടൈമാണോ ബി കിടക്കുന്നത് ആ ടൈം ആയിരിക്കും കാണിക്കുക. ദെൻ അതുപോലെ തന്നെയാണ് സി, കാരണം സി ആണ് ഏറ്റവും അടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ സി ടൈം ട്രാവൽ ഏറ്റവും കുറവ് വരുന്നത് സിക്കാണ്. കാരണം കുറച്ച് ദൂരമേ ഉള്ളത് കൊണ്ട് തന്നെ സിയിൽ എന്ന ക്രാക്കിൽ എത്തി റിഫ്ലക്റ്റ് ആകാനുള്ള വേവിൻ്റെ സമയം കുറച്ചാണ്. അപ്പം അതുകൊണ്ടാണ് കുറച്ച് ടൈം സിക്ക് വേണ്ടി വന്നത്. ഇനി ഈ കാണുന്ന ദൂരം എന്ന് പറയുന്നത് സ്കാൻ ഡിസ്റ്റൻസ് ആണ്. സി എന്ന് പറയുന്ന ക്രാക്കിനെ ഫുള്ളായിട്ട് സ്കാൻ ചെയ്യാൻ എത്രമാത്രം ടൈം എടുത്തു, അല്ലെങ്കിൽ എത്രമാത്രം ഡിസ്റ്റൻസ് കവർ ചെയ്യും, എത്രമാത്രം ഡിസ്റ്റൻസ് എടുക്കേണ്ട വന്നു, അതാണ് ഈ കാണുന്ന ഒരു മാർക്കിംഗ്. ഓക്കെ, ദെൻ ബോട്ടം സൈഡ് എടുക്കുന്നു. ബോട്ടം സൈഡ് നമുക്കറിയാം, ബോട്ടം സൈഡ് എന്ന് പറയുന്നത് ഇത്രയും ദൂരമുണ്ട് ബോട്ടം സൈഡ് എന്ന് പറയുമ്പോൾ. സോ ഇത്രയും ട്രാൻസ്ഡ്യൂസർ ഇത്രയും ദൂരം ട്രാവൽ ചെയ്യുമ്പോൾ ബോട്ടം സൈഡിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് സിഗ്നൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ബോട്ടം സൈഡ് അവിടുന്ന് സിഗ്നൽ വരാൻ കൂടുതൽ സമയം എടുക്കുന്നതുകൊണ്ട് ഇത്രയും സമയമാണ് ബോട്ടം സൈഡിൽ നിന്ന് വേവ്സ് റിഫ്ലക്റ്റ് ചെയ്ത് വരാൻ എടുക്കുന്നത്. ദെൻ ഈ കാണുന്നതാണ് സ്കാൻ ഡിസ്റ്റൻസ്. മീൻസ് ഒരു ട്രാൻസ്ഡ്യൂസർ ആ സർഫസിൽ കൂടെ മൂവ് ചെയ്യാൻ നേരത്ത് ബോട്ടം സൈഡിൽ നിന്ന് ഈ ഒരു പോർഷൻ തൊട്ട് ഈ ഒരു പോർഷൻ വരെയാണ് ബോട്ടം സൈഡിൽ നിന്ന് സിഗ്നൽ ലഭിച്ചുകൊണ്ടിരിക്കുക. കാരണം ഈ ഒരു പോർഷനിൽ എ മാത്രമേ ഉള്ളൂ, ഈ ഒരു പോർഷനിൽ ബോട്ടം സൈഡാണ്. ദെൻ ഓക്കെ, ഈ ടൈപ്പ് പ്രസൻറ്റേഷനാണ് ബി സ്കാൻ പ്രസൻറ്റേഷൻ. അപ്പോൾ അവിടെ ടൈം വൈ ആക്സിസിലാണ്, നമ്മൾ എ സ്കാനിൽ ടൈം എക്സ് ആക്സിസിലായിരുന്ന അതേ ഒരു കാര്യം നേരെ വൈ ആക്സിസിലേക്ക് മാറി. പകരം എക്സ് ആക്സിസിൽ സ്കാൻ ഡിസ്റ്റൻസ് വന്നു. ഇപ്പോൾ എ ആയിക്കോട്ടെ ബി ആയിക്കോട്ടെ, ആ ഒരു ക്രായ്ക്കുണ്ട്, ആ ക്രായ്ക്കിനെ ഫുള്ളായിട്ട് ആ ക്രായ്ക്കിൽ നിന്ന് റിഫ്ലക്റ്റഡ് വേവ്സ് വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഡിസ്റ്റൻസ്. അതായത് ഫോർ എക്സാമ്പിൾ ഇതാണ് ക്രായ്ക്കെങ്കിൽ ട്രാൻസ്ഡ്യൂസർ ഇവിടെ ഇരിക്കുന്നു. ട്രാൻസ്ഡ്യൂസർ ഈ ഒരു പോയിന്റിൽ ഇരിക്കുമ്പോൾ റിഫ്ലക്റ്റഡ് വേവ്സ് കിട്ടുന്നു ആ ക്രായ്ക്കിൽ നിന്ന്. ആ ട്രാൻസ്ഡ്യൂസർ ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഈ ഒരു പോയിന്റ് എത്തിയപ്പോൾ ഇവിടെ നിന്നും ക്രാക്കിൽ നിന്ന് റിഫ്ലക്റ്റഡ് വേവ്സ് വന്നു. ദെൻ എഗെയിൻ ട്രാൻസ്ഡ്യൂസർ മുന്നോട്ട് നീങ്ങുമ്പോൾ ദെൻ ഈ ഒരു ക്രാക്കിൽ നിന്ന് റിഫ്ലക്ഷൻ വരുന്നില്ല, കാരണം ഈ ഒരു ക്രാക്ക് അത്രയും പോർഷനിലേ ഉള്ളൂ. അപ്പോൾ എത്രയും പോർഷൻ വരെയാണോ ക്രാക്ക് ഉള്ളത് അത്രയും ദൂരം സ്കാൻ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് വായിക്കാം. ബി സ്കാൻ പ്രസൻറ്റേഷൻ. ബി സ്കാൻ presents a two-dimensional image of a stationary specimen. The B-scan presentation is a cross-sectional view of the test specimen. In the B-scan, the time of flight of the sound energy is displayed along the vertical axis and the linear position of the transducer is displayed along the horizontal axis. Sorry. ഇപ്പോൾ വൈ ആക്സിസിൽ ടൈം വരും, എക്സ് ആക്സിസ് ആ ട്രാവൽ ഡിസ്റ്റൻസ്, ട്രാൻസ്ഡ്യൂസർ എത്ര ട്രാവൽ ചെയ്യുന്നു ആ ഡിസ്റ്റൻസ്. ഇപ്പോൾ ക്രാക്കിൻ്റെ നീളം വളരെ കൂടുതലാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഈ ഒരു ബ്രൈറ്റ് ഇൻഡിക്കേഷൻസ് അത് കൂടുതലായിരിക്കും. In this scan, the ultrasonic probe is moved along a line on the top face of the material. This scan shows the reflection of ultrasonic pulse energy
from the top and bottom faces of the testing material, also from the defect. അപ്പം ഡിഫക്റ്റിൽ നിന്നും ബോട്ടം സർഫസിൽ നിന്നും ടോപ്പ് സർഫസിൽ നിന്നുമുള്ള സൗണ്ട് വേവ്സ് റിഫ്ലക്റ്റ് ചെയ്ത് റിസീവറിലെത്തുന്നു. അതിൻ്റെ ഇൻഡിക്കേഷൻ ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ സ്കാൻ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഒരു രീതിയിലായിരിക്കും അത് പ്രസൻറ്റ് ചെയ്യുക. In this presentation, echoes produced are displayed in the form of bright spots. അപ്പോൾ ഒരു ക്രായ്ക്കിന് നീളം കൂടുതലാണ്. അപ്പോൾ ആ ക്രായ്ക്ക് ഫുൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവിടെ നിന്നെല്ലാം എക്കോസ് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ എക്കോസ് കിട്ടുന്ന അത്രയും ആ ദൂരം ഒരു ബ്രൈറ്റ് സ്പോട്ട് എന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നു. The position of the spot can be indicated on screen by moving oscilloscope from one end to another end with B-scan presentation, and is possible to measure depth and dimension of flow. അപ്പോൾ ഈ ഒരു പ്രസൻറ്റേഷനിൽ നമുക്ക് ആ ഒരു ക്രായ്ക്ക് അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ആ ക്രായ്ക്കിൻ്റെ ഒരു നീളം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡയമെൻഷൻ എത്രയാണ് എന്നതിൻ്റെ ഒരു പിക്ചറും 2D ആയിട്ട് നമുക്കിവിടെ കിട്ടും. ഓക്കെ, ഇപ്പോൾ ഈ കാണുന്ന പോലെ ക്രായ്ക്ക് ഇങ്ങനെ ഒരു ക്രായ്ക്കാണ് ഉള്ളതെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ലൈൻ, ഒരു ബ്രൈറ്റ് ലൈൻ ആയിരിക്കും ഇവിടെ വരിക. അപ്പോൾ ആ ലൈൻ എന്ന് പറയുന്നത് ആ ക്രായ്ക്കിൻ്റെ ഒരു നേച്ചർ ആയിരിക്കും കാണിക്കുക. The brightness of the echo is proportional to the echo amplitude. Okay, the brightness, ആ എക്കോയുടെ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് പ്രപ്പോർഷണൽ ടു ദ എക്കോ ആംപ്ലിറ്റ്യൂഡ്. ബ്രൈറ്റ്നസ് കൂടുതലാണെങ്കിൽ അതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ, അവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന സൗണ്ട് വേവ്സിൻ്റെ എനർജി അല്ലെങ്കിൽ സൗണ്ട് വേവ്സിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും എന്നുള്ളത്. ദെൻ ഈ കാണുന്നതാണ് ബി സ്കാൻ പ്രസൻറ്റേഷൻ. ഈ രീതിയിൽ ഒരൊറ്റ പ്രാവശ്യമാണ് നമ്മൾ ട്രാൻസ്ഡ്യൂസർ മൂവ് ചെയ്യുക. ട്രാൻസ്ഡ്യൂസർ മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു രീതിയിൽ ഇൻഡിക്കേഷൻസ് കിട്ടുന്നു. ഒരു 2D ഇമേജ് എന്ന രീതിയിൽ നമുക്ക് അതിനകത്ത് ഡിഫക്റ്റുകൾ ഉണ്ടെങ്കിൽ അത് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതാണ് സൗണ്ട് പാത്ത്, അതുപോലെ സ്കാനിൽ നിന്ന്. Then C-scan presentation. In this presentation, 2-dimensional information about the defect can be derived. C-scan display is the best method to display the flow depth. അപ്പോൾ ഫ്ലോ ഡെപ്ത് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് മെത്തേഡാണ് C-scan presentation. നമുക്ക് ആദ്യം നോക്കാം എങ്ങനെയാണെന്നുള്ളത്, അതിൻ്റെ ആനിമേഷൻ നോക്കാം. ഈ രീതിയിൽ ട്രാൻസ്ഡ്യൂസർ ആ സർഫസിന് മുകളിൽ കൂടെ മൂവ് ചെയ്യുന്നു. മൂവ് ചെയ്യുമ്പോൾ എവിടെയൊക്കെയാണോ ഡിഫക്റ്റ് ഉള്ളത് ആ പോർഷൻ ഈ ഒരു രീതിയിൽ കാണാൻ സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിഫക്റ്റ് ഉള്ള പോർഷൻ ഈ ഒരു രീതിയിൽ ഡിസ്പ്ലേ ചെയ്ത് അതിൻ്റെ ഒരു ഷേപ്പിൽ കിട്ടുന്നു. In order to determine the accurate depth of the flow, the probe is moved on the test specimen. അപ്പോൾ നമുക്ക് ഈ കാണുന്നൊരു ടെസ്റ്റ് സ്പെസിമെൻ ഉണ്ട്, ഒരു ഡിഫക്റ്റ് ഉണ്ട്. അപ്പോൾ ആ സ്പെസിമെൻ, ആ ഒരു ട്രാൻസ്ഡ്യൂസർ നമ്മൾ നേരത്തെ കാണിച്ച പോലെ ആ ടെസ്റ്റ് സ്പെസിമെൻ്റെ സർഫസിലൂടെ മൂവ് ചെയ്യുന്നു. മൂവ് ചെയ്യുമ്പോൾ ഒരു ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ആ ഡിഫക്റ്റ് അതിൻ്റെ ഒരു 2D ഇമേജ് നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടുന്നു. ആ ഡിഫക്റ്റ് ഏത് കോംപ്ലക്സ് ആയിട്ടുള്ള ഷേപ്പാണോ ആ ഷേപ്പിൽ നമുക്ക് അതിൻ്റെ ഒരു 2D ഇമേജ് പ്രസൻറ്റ് ചെയ്യുന്നു. The echoes of the scan output produces a shaded line with varying intensity which indicates the absence of flow. അപ്പോൾ ഒരു ഡിഫക്റ്റ് ഉണ്ട് എങ്കിൽ ആ ഡിഫക്റ്റ് ഉള്ള പോർഷനിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന സൗണ്ട് വേവ്സും അതുപോലെ ബോട്ടം സൈഡിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന സൗണ്ട് വേവ്സിനും പല ഇൻറ്റൻസിറ്റിയിലായിട്ടായിരിക്കും റിസീവറിൽ എത്തിച്ചേരുക. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ബേസിൽ ആണ് ഈ ഒരു 2D ഇമേജ് പ്രസൻറ്റ് ചെയ്യുക. Then the echo of the scan output without any shading indicates the flow shape. ഇനി ഷെയ്ഡ് ഇല്ലാത്ത ഈ ഒരു പോർഷൻ, അതായത് ഈ ഒരു പോർഷനോട് എല്ലാം സ്കാൻ ചെയ്ത് പോകാൻ നേരത്ത് ബോട്ടം സൈഡിൽ നിന്ന് സൗണ്ട് വേവ് വരുന്നു. ദെൻ ഈ ഒരു ക്രായ്ക്കുള്ള പോർഷൻ മാത്രം നമുക്ക് ഇതുപോലെ ഷെയ്ഡഡ് ആയിട്ട് കിട്ടുന്നു. In this scan,
ദ അൾട്രാസോണിക് പ്രോബ് ഈസ് സ്വെപ്റ്റ് കണ്ടിന്യൂസ്ലി ലൈൻ ബൈ ലൈൻ ഓൺ ദ കംപ്ലീറ്റ് ടോപ്പ് ഫേസ്. നമ്മൾ നേരത്തെ കണ്ടു ആനിമേഷനിൽ. ദിസ് ക്യാൻ പ്രൊഡ്യൂസ് എ പ്ലാൻ വ്യൂ ഓഫ് ദ മെറ്റീരിയൽ. അപ്പോൾ ഈ രീതിയിൽ സ്കാൻ ചെയ്യുന്ന സമയത്ത് അതിനകത്തൊരു ക്യാവിറ്റി ഉണ്ട് എങ്കിൽ ആ ക്യാവിറ്റി നമുക്ക് കാണുന്നു. ബാക്കിയെല്ലാം ഒരു ഷെയ്ഡ് പോർഷൻ, ആ ക്യാവിറ്റി മാത്രമായിട്ട് നമുക്ക് അതിൻ്റെ ഒരു ബോർഡർ, ഒരു ഔട്ട്ലൈൻ എന്ന രീതിയിൽ കിട്ടുന്നു. അപ്പോൾ അതാണ് സി സ്കാൻ പ്രസൻറ്റേഷൻ. ഈ കാണുന്നതാണ് സി സ്കാൻ പ്രസൻറ്റേഷൻ. ഈ രീതിയിൽ ട്രാൻസ്ഡ്യൂസറിനെ നമ്മൾ മൂവ് ചെയ്യുന്നു. മൂവ് ചെയ്യുമ്പോൾ എവിടെയാണോ ഡിഫക്റ്റ് ഉള്ളത് ആ ഡിഫക്റ്റ് ഉള്ള പോർഷൻ ഈ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ റെഫറൻസ് ബ്ലോക്ക് വിത്ത് ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് ഡിഫക്ട്സ് പഠിക്കും. താങ്ക് യു.